ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ നോക്കിയേ, നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസിബിൾ ആണല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ വിസിബിൾ ആണല്ലോ. ഇഫ് വൺ ഓഫ് ഞാൻ ഈ ക്വസ്റ്റ്യൻ അതുപോലെ എടുത്തോളാം. ഇഫ് വൺ ഓഫ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ k മൈനസ് 1, ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഞാൻ ഔട്ട് ഓഫ് വിച്ച് ഒരു ക്വസ്റ്റ്യനെ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വൺ ഓഫ് ദ സീറോ ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ k മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 1 ഈസ് -3. ഇതിൻ്റെ വാല്യൂ ഓഫ് കെ, ഈ വാല്യൂ ഓഫ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സീറോ തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സീറോസ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. എന്താണ്? വി ഹാവ് ഗിവൺ വാട്ട് ഈസ് പി ഓഫ് എക്സ്. എന്താണ്? k മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 1 എന്ന് ഉള്ളതാണ് നമ്മുടെ പോളിനോമിയൽ. ഓക്കെ, k minus 1 into x square plus kx plus 1. So here 1 0 is given, means that is p of -3. It will be what? Or 0 anengil, what is p of -3? What is p of -3? Hello, are you not listening me? നിങ്ങൾ സ്വന്തമായിട്ട് അൺമ്യൂട്ട് ചെയ്താലേ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, 0. So p of -3 is equal to 0. Then substitute it here. It become k minus 1 into x square plus kx plus 1 equal to 0 ആവണമെങ്കിൽ ഇത് px, sorry. Okay, that is p of -3 is equal to 0 means k minus 1 into -3 square. Instead of x we put -3. The value of x is taken as -3, so it is -3 square plus k into -3 plus 1, which is equal to 0, because we know that -3 is the 0 of that quadratic polynomial. So k minus 1 into 9 plus -3k plus 1 equal to 0, which is 9k minus 9 minus 3k plus 1 is equal to 0. Or you can say what? 9k minus 9 minus 3k, that is 9k minus 3k, it becomes 6k minus 8 is equal to 0. Or 6k is equal to 0 plus 8, it is 8. K is equal to 8 by 6, which is equal to what? 4 by 3. So the answer is A option. ഇത് ചെയ്തായിരുന്നോ എല്ലാവരും? Yes sir. Yes sir. Oh, then the second question. ഇത് ഞാൻ ഇട്ടത് ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണ രീതിയിൽ 10th ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം രണ്ട് കോൺസെപ്റ്റ്സ് മെർജ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ മാത്സ് ഒളിമ്പിയാഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് മേ ഹാവ് 3 or 4 ടൈപ്സ് ഓഫ് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് മെർജ്ഡ് വിത്ത് ഇൻ വൺ ക്വസ്റ്റ്യൻ. അതാണ് ഈ മാത്സ് ഒളിമ്പിയാഡിലൊക്കെ ഉള്ള നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത. ഇതിപ്പോൾ രണ്ട് കോൺസെപ്റ്റ് മെർജ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അതാണ് നിങ്ങൾക്ക് സാധാരണ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിന് അവർ മാക്സിമം അവർ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ ഇവിടെ രണ്ട് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് പോളിനോമിയൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ മറ്റൊന്ന് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. ജസ്റ്റ് നൗ ഓൺലി യു ലേൺഡ് ഹൗ ടു സോൾവ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. അപ്പോൾ ഇവിടെ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ. സോ സച്ച് ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, വാട്ട് ഈസ് പി ഓഫ് എക്സ്? ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് 1 ഇൻറ്റു a plus 1 into x plus b. So here we can see that there are 2 variables in the polynomial. See, x is a variable obviously, because we know x എന്ന് പറയുന്നതാണ് ആ പോളിനോമിയൽ ഉണ്ടാക്കിയിരിക്കുന്ന വേരിയബിൾ. പക്ഷേ ഇവിടെ ബാക്കിയുള്ള കോൺസ്റ്റൻസിൽ തന്നെ രണ്ട് വേരിയബിൾസ് നമുക്ക് അവിടെ ദൃശ്യമാവുന്നുണ്ട്, എയും ബിയും. സോ വാട്ട് ആർ ദീസ് വാല്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ടാണ് they have given you 2 conditions. One is it is a quadratic polynomial, so it has two zeros, and both the 2 zeros were actually provided. So what does it mean? 2 is a 0 means p of 2 equal to 0, and -3 is a 0 means p of -3 is also 0. So what is p of 2 from this? It is 2 square plus a plus 1 into 2 plus b equal to 0. That is 4 plus 2a plus 2 plus b is equal to 0. That is
4 plus 2 is 6. 2a plus b. 2a plus b plus 6. 6. Please don't confuse with this b and 6. 2a plus b plus 6 is equal to 0. This is equation 1. Another one, p of negative 3 is equal to 0 means substitute the value of x as negative 3. So negative 3 the whole square plus a plus 1 into negative 3 plus b equal to 0, because we know p of negative 3 is also 0. So it is 9 plus negative 3a minus 3, because when you multiply this negative 3 is this one, these two. Okay, so negative 3a minus 3 plus b equal to 0. So 9 minus 3, it again what? 6. Appo negative 3a plus b minus 6, sorry, plus 6 is equal to 0. Correct? Correct or no? Yes, sir. Okay. So you have two values for what? Two equations in A and B. And A and B and equation. You consider it as some x and y. It is some equations of what? We adjust 2a plus b equal to negative 6 and negative 3a plus b is equal to negative 6. There are equations in A and B. So solve this equation using substitution. This is the only one method you know now. Substitution method. What do you need to do? You just find what is b from this. What is b? B is equal to negative 6 plus 3a. So this to be taken as equation number 3 and put 3 in 1. See, substitution method. This is 1. So it become, sorry, okay. Your b have to be substituted as negative 6 plus 3a. So 2a plus b to be substituted as negative 6 plus 3a plus 6 equal to 0. Where 6 and negative 6 got cancelled, you get 5a equal to 0. From this, a is equal to 0, because 5 cannot be equal to 0. Only the possibility is a is equal to 0. And again, to get value of b, you substitute it in this equation number 3. What is b? B is equal to negative 6 plus 3a, which means, yeah, tell me what is b then? Negative 6 plus 3 into 0, it is negative 6. So b is equal to negative 6. So you have to go for that option, 0, negative 6. Okay, clear? Clear? Yes. Yes, sir. Okay. So this is a very important question. This two concept ഉണ്ട്. Linear equation, two variable, and quadratic, നമ്മുടെ polynomial. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരിക. നമ്മൾ കോൺസെപ്റ്റ്സ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇത് കുറേ പേര് തെറ്റിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ട്രിക്കി ആയിട്ട് ചോദിക്കും ക്വസ്റ്റ്യൻസ് കേട്ടോ. എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. See, sum of zeros, whose zeros are negative 3 and 4 എന്നാ പറഞ്ഞേ. Sir, ഇതിന്റെ C ഓപ്ഷൻ അല്ലേ കറക്റ്റ്? നോക്കാം, ലെറ്റ്സ് ചെക്ക്. സി ആണ് എല്ലാവരും ആൻസർ ചെയ്തേ. ഞാനത് നോക്കിയപ്പോൾ എല്ലാവരും തെറ്റിച്ചിരിക്കുന്നുണ്ട്. അത് ഞാനത് എന്താണെന്ന് നോക്കിയിട്ടില്ല. സാർ കറക്റ്റ് എന്ന് തന്നേക്കുന്നത് ഡി ആണ്. ആണോ? ലെറ്റ് മീ ചെക്ക് ഒന്ന് നോക്കട്ടെ. ഹൂസ് സീറോസ് ആർ നെഗറ്റീവ് 3 and 4. നെഗറ്റീവ് 3 and 4 അല്ലേ? ആൽഫ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് 3. ഞാൻ ചെയ്ത് നോക്കിയില്ലായിരുന്നു. ബീറ്റ ഇസ് ഈക്വൽ ടു 4. ഓക്കെ, സോ വാട്ട് ഈസ്, നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യുന്നത് നമുക്കറിയാം. ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ into x plus alpha beta. Correct? So now what is alpha plus b? Because we require alpha plus beta and alpha beta. Correct? So what is alpha plus beta here? It is equal to negative 3 plus 4, which is equal to 1. What is alpha beta? Negative 3 into 4, which is equal to negative 12. So our equation is, so our equation, our equation is what? X square minus of alpha plus beta into x plus alpha beta. That is not equation, it's a polynomial. X square minus of, what is alpha plus beta? It is 1. So 1 minus 1x plus minus 12. Minus 12. Yeah.
സോ ദിസ് ഇസ് വാട്ട് ഇക്വേഷൻ അല്ലേ? അങ്ങനെ ഒരെണ്ണം ഇല്ല. അപ്പൊ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം x²/2 മൈനസ് x. യെസ് ഇവിടെ -1x ആ വരുന്നത് അല്ലേ? സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ദിസ് വൺ. ഇവിടെ -12. ദിസ് ഇസ് കൺഫ്യൂസിങ് അല്ലേ? ഇവിടെ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇതിൽ ചെന്ന് പെട്ടുപോകുന്നതാ. ഗുഡ്. അതാ സാറ് ശരിയെന്ന് കൊടുത്തേക്കുന്നത്. അതാ എല്ലാവർക്കും തെറ്റിയത് അല്ലേ? ഇതെല്ലാവർക്കും ഇതാണ് കിട്ടിയത് ആൻസർ. ഞാനത് റിവ്യൂ ചെയ്യുമ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്ത് റിവ്യൂ ചെയ്തേക്കാം, കുഴപ്പമില്ല. ആ മാർക്ക് മാറി വരും കേട്ടോ. ഇപ്പൊ തന്നെ ചെയ്യാം, അത് ചെയ്തേക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ഇതാണ് പ്രശ്നം. ശരിക്കും നമ്മൾ വി ആർ ആക്ച്വലി ട്രൈങ് ടു ഗെറ്റ് ആൻ ഓപ്ഷൻ വിത്ത് എന്താണ് 12 ആയിട്ട് നമുക്ക് കിട്ടണം. ഇവിടെ -12 എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. അപ്പോൾ -12 അല്ലെങ്കിൽ 12 വരണം. അപ്പൊ ഇത് രണ്ടും നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നും, പക്ഷെ അത് രണ്ടും കറക്റ്റ് ഓപ്ഷൻ അല്ല. അവിടെ സൈൻ തെറ്റിപ്പോയി. അപ്പൊ പിന്നെ നമുക്ക് ഓപ്ഷൻ പിന്നെ ഇത് രണ്ടുമാണോ ഉള്ളത്. അപ്പൊ ഇതിന്റെ മൾട്ടിപ്പിൾസ് നോക്കാം. -12ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഇൻ ദ സെൻസ് -12ന്റെ മൾട്ടിപ്പിളോ അതിന്റെ ഫാക്ടറോ എന്തെങ്കിലും ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ഈ ക്വസ്റ്റ്യനിൽ. ഇവിടെ നോക്കുമ്പോൾ ഈ 24 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് -12, 6 ഈസ് എ ഫാക്ടർ ഓഫ് -12. അപ്പൊ ഇത് രണ്ടും എത്താനായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള അന്വേഷിച്ചു നോക്കാം. അപ്പൊ -12 × 2 ആണ് 24. അപ്പൊ × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ പോളിനോമിയലിനെ ഇൻറ്റു ചെയ്ത് നോക്കണം. x² - 1x - 12 × 2, ദാറ്റ് ഈസ് 2x² - 2x - 24. അപ്പൊ ഈ ഓപ്ഷൻ ആണോ ഉള്ളത് നോക്കണം. അല്ല, അപ്പൊ ഈ ഓപ്ഷൻ തെറ്റ്. പിന്നെ ഏതാ ഓപ്ഷൻ ഉള്ളത്? അടുത്തത് നോക്കുക. അതെന്താണ്? ഫാക്ടർ ആണ്. ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡു ഗെറ്റ് ദിസ് ഫാക്ടർ? -6 ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ യു ഡിവൈഡ് ദിസ് പോളിനോമിയൽ ബൈ x² - 1x - 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇതെന്താ വരും? x²/2 - x/2 - 6 അല്ലെ? ഇതാണ് വരിക. കറക്റ്റ്? ശരിയല്ലേ? ഗുഡ്. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ കേട്ടോ. ഇതാണ് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ, x² - x/2. അത് ഞാനിപ്പോ തന്നെ കറക്റ്റ് ചെയ്തേക്കാം. ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത്. അപ്പൊ ഫുള്ള് കിട്ടിയ ആരെങ്കിലും വന്നോ? ബാറ്റിസ്റ്റ ഇത് തെറ്റിച്ചിട്ടുണ്ടായിരുന്നോ? ബാറ്റിസ്റ്റ തെറ്റിച്ച്, അതായത് ഈ ആൻസർ ഞാൻ ഇപ്പൊ പറഞ്ഞ സി ആണോ ബാറ്റിസ്റ്റ് ചെയ്തത്? അതെ സർ. വെരി ഗുഡ്. സോ ഓൺലി വൺ സ്റ്റുഡന്റ് ഹു സ്കോർഡ് ഫുൾ മാർക്ക്, ദാറ്റ് ഈസ് ബാറ്റിസ്റ്റ. ഞാനത് ശ്രദ്ധിക്കാമായിരുന്നു അപ്പോ. ഓക്കെ, ഗുഡ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Given that one of the zeros of the cubic polynomial ax³ + bx² + cx + d is 0, then the product of the other two zeros. എന്തായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ? നമുക്കറിയാം what is alpha, beta, gamma. What is alpha, beta, gamma? So for that you should know what is alpha plus beta plus gamma. What is that? ഇതാണെങ്കിൽ -b/a. Alpha beta plus beta gamma plus alpha gamma is equal to next one, c/a. Alpha beta gamma is equal to -d/a. Yes or no? So നമുക്ക് ഇതിൽ എന്താ പറഞ്ഞേക്കണേ? One of the zeros of the cubic polynomial is 0 എന്നാ പറഞ്ഞേക്കുന്നത്. The product of the other two zeros എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ വരും? അപ്പോ ഏത് യൂസ് ചെയ്യും നിങ്ങൾ? ഇത് നിങ്ങൾക്ക് 3 കണ്ടീഷൻസ് ഉണ്ട്. ഇതിൽ ഏത് കണ്ടീഷൻ ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്? ഈ 3 എണ്ണത്തിൽ പറഞ്ഞേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ആൽഫ ബീറ്റ ഗാമ നിങ്ങൾ യൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, ദ ഹോൾ ടൈം ബിക്കം 0. നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി വരും. കാരണം എന്താ? ഇത് മൊത്തം 0 ആയി പോകും. ആൽഫ × ബീറ്റ × ഗാമ, ബിക്കോസ് ആൽഫ ഈസ് 0, ഇറ്റ് ഈസ് ഗിവൺ. അപ്പൊ ബീറ്റയുടെയും ഗാമയുടെയും പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ദാറ്റ് വൺ ഓഫ് ദ 0 ഈസ് 0. ഒരു 0 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ ആൽഫ ബീറ്റ ഗാമ എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക? ആൽഫ 0 ആയി കഴിഞ്ഞാൽ 0 × ബീറ്റ × ഗാമ, വാട്ട് എവർ ദാറ്റ് വാല്യൂ ഓഫ് ബീറ്റ ആൻഡ് ഗാമ, ദാറ്റ് പ്രൊഡക്റ്റ് ഓഫ് ദിസ് ബീറ്റ ഗാമ × 0 becomes 0. So you won't get any idea about that beta and gamma. അപ്പൊ പിന്നെ നമുക്ക് ഏതാ ഓപ്ഷൻ? ആൽഫ കോമൺ ആയിട്ട് വരുന്ന 2 ടേംസ് ഉണ്ട്, ഇത് 2 പോയിട്ട് ബീറ്റ ഗാമ മാത്രമുള്ള പ്രൊഡക്റ്റ് വരുന്നതുണ്ട്. അപ്പൊ ഈ ആൽഫ കോമൺ ആയിട്ട് വരുന്ന 2 ടേംസ് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റയും ആൽഫ ഗാമയും രണ്ടും എന്തായി പോവും? 0 ആയി പോവും. കാരണം എന്താ? ആൽഫ ഈസ് ഗിവൺ ആസ് 0. സോ ആ പെർട്ടിക്കുലർ
ഇത് എടുത്തു കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എവിടെ എത്തത്തില്ല. അപ്പോൾ നമുക്ക് മറ്റത് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ ഇസ് ഈക്വൽ ടു സി ബൈ എ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് 0 ആണ്. 0 ഇൻറ്റു ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് 0 ഇൻറ്റു ഗാമ ഈക്വൽ ടു സി ബൈ എ. So 0 beta and 0 gamma become 0 and their sum with beta gamma become beta gamma. So beta gamma is equal to C by A and that is actually the required value. So B is the correct option. Is that clear? Is that clear? Yes, sir. Sir. Yes, sir. And വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിട്ടത്. ബട്ട് the number of polynomial, ഇത് അങ്ങ് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. The number of polynomials having zeros as negative 2 and 5. How many are there? Infinity. Infinitely many polynomials are there. നമുക്ക് പറയാൻ പറ്റത്തില്ല. You cannot restrict that number of polynomial. പക്ഷേ ഒരു പർട്ടിക്കുലർ പോളിനോമിയൽ ആയിട്ട് നമുക്ക് ഡിഫൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് എത്ര സീറോസ്, ഇപ്പൊ ഒരു 10 സീറോസ് ഉള്ള ഒരു പോളിനോമിയലിന് ഏത് ഈ നെഗറ്റീവ് 2ഉം 5ഉം അതിന്റെ 0 ആയിട്ട് വന്നൂടെ 10th ഡിഗ്രി പോളിനോമിയൽ അങ്ങനെ വരാം. അപ്പൊ അതുകൊണ്ട് the number of polynomials having zeros as negative 2 and 5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we cannot say. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് കമ്മിങ്. If one of the zeros of the cubic polynomial is -1, the product of the other two zeros. This is similar to that one. എന്നാലും ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ചിലർ തെറ്റിച്ചിട്ടുണ്ട്. Okay. If one of the zeros of the cubic polynomial x cube plus ax square plus bx plus c minus 1 c equal to is -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീറോ എന്താണ് -1 ആണ്. അപ്പോൾ px is given as x cube plus ax square plus bx plus c and one of its zero is -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? P of -1 is equal to 0. You must be there to substitute that. ഞാൻ ഈ പാരൻസിനെല്ലാം വിളിപ്പിക്കാൻ പോവുക. കാരണം മെനി ഓഫ് ദ പാരൻസ് ആർ നോട്ട് സീരിയസ് അബൌട്ട് ദ ഇഷ്യൂ. അവർ പരീക്ഷ എഴുതുന്ന കാര്യത്തിൽ ഇപ്പോൾ 3 കുട്ടികളാണ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ഇന്ന പ്രശ്നം കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ പ്രധാന പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കൊടുക്കുന്ന സമയത്ത് പലർക്കും വിഷമം തോന്നും. അത് എൻ്റെ കുറ്റമല്ല. ബിക്കോസ് അത് നിങ്ങൾ അപ്പിയർ ചെയ്ത് എങ്ങനെയാണോ അങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് തരാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കേസ്, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിപ്പിൾ അസസ്മെൻറ്റിൻ്റെ മാർക്കിൽ പലത് എനിക്ക് റെഡ്യൂസ് ചെയ്യേണ്ടി വരും. പല പാരൻസും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ കയറാതിരിക്കുമ്പോഴത്തേക്ക് ഫൈനൽ എക്സാം വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഞാനൊരു ബോർഡിനെയും കുറ്റം പറയുന്നതല്ല. CBSEയുടെ ഈവൻ ഇപ്പോൾ പ്രസൻറ്റ് ഇവാലുവേഷൻ സിസ്റ്റത്തിൽ തന്നെ നമ്മുടെ മാർക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സ്റ്റേറ്റ് ബോർഡിൽ പഠിച്ച കുട്ടികളെക്കാട്ടും നമ്മൾ റിസീവിങ്ങിലാവും. പലരും എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് ഇൻറ്റേർണൽ എക്സാംസ് എടുത്തതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏതിൽ വരുന്നുണ്ട്? അവരുടെ റിസൾട്ടിൽ വരുന്നുണ്ട്. കാരണം വളരെ സീരിയസ് ആയിട്ട് CBSE ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടേ റിസൾട്ട് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ടായിരിക്കാം നമ്മളെ ബോർഡ് റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ കിട്ടത്തില്ല. പരീക്ഷ എഴുതാതെ മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കേണ്ട, അത് വളരെ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ഇനി ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി മോണിറ്റേർഡ് ബൈ CBSE, ഈച്ച് ആൻഡ് എവരി ആക്ടിവിറ്റീസ് ഇൻ ദ സ്കൂൾ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇഫ് ദ സ്റ്റുഡൻസ് ആർ നോട്ട് അറ്റൻഡിങ് ദ ക്ലാസ് ആൻഡ് ദേ ആർ നോട്ട് അറ്റൻഡിങ് ദ എക്സാമിനേഷൻ മീൻസ്, ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. സോ അടുത്ത മീറ്റിംഗ് ആവട്ടെ, മീറ്റിംഗ് വിളിച്ചേ പറ്റുള്ളൂ. ഇപ്പം JNVST കാരണം നമ്മൾ കുറച്ച് തിരക്കായി പോകുന്നു, അതാണ് അതിൻ്റെ പ്രശ്നം. സോ PF -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -1. പറഞ്ഞോ മോളെ. എക്സാം എന്നാ സർ? ഏത്? PWT 1. 5 and 7 ആണ്. 5 to 7 ആണ് ഇപ്പൊ ചാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് മാറ്റമൊന്നും അറിയില്ല മോളെ. കാരണം അപ്പോൾ ഒരു ദിവസം 2 എക്സാം ഉണ്ടോ? വരാം. പീരിയോഡിക് റിട്ടൺ ടെസ്റ്റ് ഒക്കെ വരാം. മനസ്സിലായല്ലേ? അത് പിന്നെ 50 മാർക്സിനല്ലേ, 40 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ അല്ലേ, അത് വരും കേട്ടോ മോളെ. അത് നോക്കണ്ട. 2 സമയമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ കേട്ടോ.
നമ്മൾ പണ്ട് അങ്ങനെ നടത്തുമായിരുന്നല്ലോ സ്കൂളിലുള്ളപ്പോൾ, ഇല്ലേ? ഓർമ്മയില്ലേ? ഇല്ല സാർ, ഞങ്ങൾ വന്നതിന് ശേഷം അങ്ങനെ നടത്തിയിട്ടില്ല. നിങ്ങളെ പേടിച്ച് നടത്താത്തതാ, ഇനി നടത്തും. ഉം. അത് വരും, അങ്ങനെ വരും. ഓക്കെ. അതൊന്നും നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പ്രിപ്പയർഡ് വെൽ ആണെങ്കിൽ, കാരണം എനിക്ക് ഇതിലിപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. എനിക്ക് അസർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് വേണ്ടേ? അതിൻ്റെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം എല്ലാ ചാപ്റ്ററിൻ്റെയും, ഈ 3 ചാപ്റ്ററിൻ്റെയും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യണം. അത് രണ്ടും മേജർ പാർട്ടാണ്. ഒരു 40 മാർക്സിൻ്റെ 40% ഓഫ് ദ ടോട്ടൽ ക്വസ്റ്റ്യൻ ആ ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ എന്താവും? ഇപ്പം നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ആ രണ്ടും വളരെ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിരിക്കും. കാരണം അത് സിമ്പിൾ ആവുന്നത് എപ്പോഴാണ്? നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഈ പഠിക്കുന്ന ഇപ്പോൾ റിയൽ നമ്പേഴ്സ് ആവട്ടെ, ഇപ്പോൾ പഠിച്ച പോളിനോമിയൽസ് കഴിഞ്ഞ് ഇപ്പം ലീനിയർ ഇക്വേഷൻ പഠിക്കുന്നത്, ഈ കോൺസെപ്റ്റ്, ഇതിലുള്ള ഈച്ച് ആൻഡ് എവറി കോൺസെപ്റ്റ് ദിസ് ചാപ്റ്റർ അത് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലാക്കി പോവുക. ഓക്കെ. ഓക്കെ. നമ്മൾ ഇതിപ്പോൾ വന്നു കഴിഞ്ഞാൽ -1 പ്ലസ് a ഇൻറ്റു -1² പ്ലസ് b ഇൻറ്റു -1 പ്ലസ് c ഈക്വൽ ടു 0. സോ ഇറ്റ് ഈസ് -1 പ്ലസ് a, കാരണം -1² ഈസ് 1 പ്ലസ് -b പ്ലസ് c ഈക്വൽ ടു 0. or you can say that it is some നമുക്കിത് എന്താ വേണ്ടത്? ഇതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ദ അതർ 2 സീറോസാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് നോക്കാം. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എടുക്കാം, ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ എടുക്കാം, ആൽഫ ബീറ്റ ഗാമ എടുക്കാം. ഇതിൽ ഏത് എടുക്കണം എന്നുള്ള ആ ഒരു റൈറ്റ് ഡിസിഷൻ നിങ്ങൾ ഇവിടെ ചൂസ് ചെയ്യണം. എന്താ പ്രശ്നം? ഇവിടെ ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ ആൽഫ 0 ആയിരുന്ന സമയത്ത് ഞാൻ ഇത് ആണ് എടുത്തത്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ടീമും അവിടെ എന്തായി പോകും? എലിമിനേറ്റഡ് ആയി പോകും. ശരിയല്ലേ? അപ്പം നമുക്ക് കറക്റ്റ് ബീറ്റ ഗാമ എന്നുള്ള ദ പ്രൊഡക്റ്റ് ഓഫ് ദ അതർ 2 സീറോ കൃത്യമായി കിട്ടും. പക്ഷെ ഇവിടെ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? ഇവിടെ നെഗറ്റീവ്, ഇപ്പം ആൽഫ ഈസ് ടേക്കൺ ആസ് -1 എന്ന് വെച്ചോ, ഇത് നെഗറ്റീവ് ബീറ്റ എന്നുള്ളത് ഇവിടെ വരും, ഇവിടെ നെഗറ്റീവ് ഗാമ വരും. അപ്പം ബീറ്റ ഗാമ എന്നുള്ള ടേം മാത്രമല്ല, പകരം നെഗറ്റീവ് ബീറ്റ പ്ലസ് നെഗറ്റീവ് ഗാമ എന്നുള്ള ഒരു ടേമും കൂടെ വരും. സോ വി ഹാവ് ടു ഐഡന്റിഫൈ വാട്ട് ഈസ് നെഗറ്റീവ് ബീറ്റ ആൻഡ് നെഗറ്റീവ് ഗാമ again. So it become a complex situation. But on the other hand, if you're taking alpha beta gamma, എന്താ പറ്റുക? ഇവിടെ ആൽഫ is taken as -1, so you get negative beta gamma. So beta gamma is there and -1 it's not a matter because we know negative beta gamma is equal to something means what is beta gamma? You divide that term by -1. അപ്പോൾ അത് അവിടെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലായി. So the best option is which one? Beta gamma. ശരിയല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ ഓരോന്നുണ്ട്. ഇവിടെ പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യണം. മറ്റതുപോലെ AX³ അല്ല കിടക്കുന്നത്, X³ കിടക്കുന്നത്. ചിലർ അങ്ങനെ എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ തെറ്റിപ്പോവും. AX². അപ്പോൾ ഇവിടെ -a/1 ഫസ്റ്റ് 1. ഇതാണെങ്കിലോ b/1 അല്ലേ? അടുത്തതാ -c/1. So this is what. അപ്പോൾ നമുക്ക് ആൽഫ ബീറ്റ ഗാമയാണ് വേണ്ടതെന്ന് മനസ്സിലായി. സോ യു റിക്വയർ വാട്ട് ഈസ് സി ഫ്രം ദിസ്. സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കണം. വാട്ട് ഈസ് സി? സി ഈക്വൽ ടു, ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. വാട്ട് ഈസ് സി പറഞ്ഞേ? സി ഈക്വൽ ടു 1 - a പ്ലസ് ബി. ശരിയല്ലേ? സി ഈസ് ഈക്വൽ ടു 1 - a പ്ലസ് ബി. അപ്പം ആൽഫ ബീറ്റ ഗാമ, അപ്പം നെഗറ്റീവ് ബീറ്റ ഗാമ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സി. സോ വാട്ട് ഈസ് ബീറ്റ ഗാമ? സി. What is the 1 - a plus b? So is there an answer? 1 - a plus b. It's the first option is correct. Is that clear? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ബട്ട് ചോദിക്കാം. The zeros of the quadratic polynomial x² plus 99x plus 127 are both positive, both negative, one positive and one negative and both equal. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് because we know L into M is positive here, so both are with the same sign. L plus M is also positive, so both are positive. Correct? ശരിയല്ലേ? both are negative sir, zeros വരുമ്പോൾ. zeros വരുമ്പോൾ both are negative. I'm sorry. ഒരു മിനിറ്റ്. ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നല്ലോ. ഏതായിരുന്നു ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞ നിങ്ങൾ?
-4 -3 sir question third question ഇതല്ലേ? third question ഇതല്ലേ? ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ സി ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അത് ഡി ഇട്ടു അല്ലേ? ഓക്കെ, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം കേട്ടോ. എവിടെ നമ്മളിപ്പോൾ എത്തിയത്? എവിടെ? ഇതായിരുന്നു അല്ലേ? ശരിയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫാക്ടർ എടുക്കുമ്പോഴത്തേക്കാണ് എല്ലും എമ്മും ആണ് ഞാൻ പറഞ്ഞത് ട്രൂ അല്ലേ? എൽ ഇൻറ്റു എം പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബോത്ത് എൽ ആൻഡ് എം ആർ പോസിറ്റീവ്. എൽ പ്ലസ് എം ഈസ് ആൾസോ പോസിറ്റീവ് മീൻസ് ഇറ്റ് മീൻസ് ബോത്ത് എൽ ആൻഡ് എം ആർ പോസിറ്റീവ്. എല്ലാം ക്യാൻ ബി നെഗറ്റീവ് ബൈ എൽ ഇൻറ്റു എം പോസിറ്റീവ് എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ വരാം. പക്ഷേ ഇത് ഈ എൽ പ്ലസ് എം പോസിറ്റീവ് ആയതോടുകൂടി ഇതും മനസ്സിലായി. അപ്പോൾ നമുക്ക് രണ്ടും പോസിറ്റീവായി വരുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? അതിന്റെ സീറോസ് കണ്ടുപിടിക്കുമ്പോൾ, ബിക്കോസ് വെൻ യു നോ സം എക്സ് പ്ലസ് 2 ഇങ്ങനെ വരികയായിരിക്കും, എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു -2. കണ്ടോ, ഇവിടെ പോസിറ്റീവ് വരുമ്പോൾ ഇവിടെ എന്ത് വരും? 0 എന്തായിട്ട് വരും? നെഗറ്റീവ് ആയിട്ട് വരും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? യെസ് സർ. യെസ് സർ. അടുത്തത് the zeros of the quadratic polynomial x square plus kx plus k cannot be both positive. I think this is similar to this one. ഞാൻ അതിന്റെ ഫർദർ എക്സ്പ്ലനേഷൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ഏത് വാല്യൂ വരട്ടെ. ഓക്കെ, അതുപോലെ തന്നെ the zeros of the quadratic polynomial x square plus bx plus c okay c and b both of ഇത് ഇപ്പോൾ പറഞ്ഞ പോലത്തെ ടൈപ്പാണ്. അത് രണ്ടും ഞാൻ വിട്ടു. which of the following is not the graph of a quadratic polynomial? Interesting. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഇതിനകത്ത് എത്ര സീറോസ് ഉണ്ടെന്നായിരിക്കും സാധാരണ ചോദിക്കുക. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കണ്ടുകൊണ്ടാണ് ഞാൻ ഇട്ടത്. കാരണം എത്ര സീറോ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ തെറ്റിക്കില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യും. അപ്പോൾ വിച്ച് കനോട്ട് ബി എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് ചോദിക്കുമ്പോൾ ചിലർക്ക് ഈ ക്വസ്റ്റ്യനിൽ ഇതിൽ സംശയം ഉണ്ടാവും, ഇതെന്താ ടച്ച് ചെയ്യുന്നില്ലല്ലോ, സോ ഇറ്റ് മേ നോട്ട് ബി എ ക്വാഡ്രാറ്റിക്, ബട്ട് ഇറ്റ് ഇസ് എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ബിക്കോസ് പരാബോള എന്ന് പറയുന്നത് y is equal to ax square ഫോമിലുള്ളതാണ്. 4ax ഫോമിലുള്ളത്. y square is equal to 4ax എന്ന് പറയുന്നത് ഇതിപ്പം ഇത് സിമെട്രിക് ടു ഇതാണ് y ആക്സിസിൽ വരുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോൾ പരാബോള ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിലാണ് ഞാൻ പറഞ്ഞ ഇക്വേഷൻ y square is equal to 4ax. ഇതിപ്പം x square is equal to 4ay ഫോമിലുള്ള ഒരു ഇതാണ്, ഒരു പരാബോളയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതിപ്പോൾ ഇതും പരാബോളയാണ്, ഇതും പരാബോളയാണ്, ഇതെല്ലാം പരാബോളയാണ്. പിന്നെ നമ്മളത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താ? This is actually not intersected. zeros എന്ന് പറയുമ്പോൾ no zeros വരാം, 2 zeros വരാം. യെസ്, അതാണ് 1 0 വരാം. ഇത് ഈക്വൽ സീറോസും ആവാം അല്ലേ? ഈക്വൽ സീറോസും ആവാം, 1 0 ആകാം. മനസ്സിലായില്ലേ? അപ്പം അതിന്റെ മാക്സിമം നമ്പർ ഓഫ് സീറോസ് എത്രയായിരിക്കും? സെക്കൻഡ് ഡിഗ്രിയിൽ 2 ആയിരിക്കും. 2 ആണെന്നേ ഉള്ളൂ. അപ്പൊ when it crosses that concept, that means 2 0ക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതൊരിക്കലും എന്തല്ല സെക്കൻഡ് ഡിഗ്രി അല്ല. നമുക്കിത് ഷുവറായിട്ടും ഇന്ന പോളിനോമിയൽ ആകും എന്നിപ്പോ പറയാൻ പറ്റില്ല. ഇത് ക്യൂബിക് പോളിനോമിയൽ ആകും എന്ന് പറയാൻ പറ്റില്ല. ഈ കർവിന്റെ മൊത്തം കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പൊ ഫോർ ദ ടൈമിംഗ് വി ക്യാൻ സേ വാട്ട് it's not a quadratic polynomial because it has at least 3 zeros in this graph. അല്ലേ? അടുത്തത് എന്താണ്? if one of the zero of the quadratic polynomial of the form x square plus ax plus b is negative and okay, അത് ചെയ്യാലോ. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നെഗറ്റീവ് ഓഫ് ദ അതർ. ഇതൊന്ന് പറഞ്ഞിട്ട് പോകാം കാര്യം. ഈ ഒരു സീറോ ഈസ് എ നെഗറ്റീവ് ഓഫ് ദ അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സീറോ എക്സ് ഇസ് ഈക്വൽ ടു 2ഉം അടുത്ത സീറോ നെഗറ്റീവ് ഓഫ് ദ അതർ എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഫാക്ടേഴ്സ് എങ്ങനെ വരിക? x-2 ഇൻറ്റു എക്സ് പ്ലസ് 2, ശരിയല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോമാ വരുന്നത്? a-b ഇൻറ്റു a പ്ലസ് ബി. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് x² - 4. അതാണ് പോളിനോമിയൽ. അപ്പൊ x² - 4 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി സംതിങ് ഇസ് മിസ്സിംഗ് ഇൻ ദിസ് പോളിനോമിയൽ വെൻ യു കമ്പയർ ഇറ്റ് വിത്ത് ഇറ്റ്സ് സ്റ്റാൻഡേർഡ് ഫോം. വാട്ട് ഈസ് മിസ്സിംഗ് ഇൻ ദിസ് x² plus ax² plus bx plus c? What is missing in this polynomial x² - 4? എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? പെട്ടെന്ന് പറഞ്ഞോ. അത് ലീനിയർ ആയിരിക്കത്തില്ല. ലീനിയർ ആയിരിക്കത്തില്ലെന്നാണോ? ഇത് ലീനിയർ അല്ലല്ലോ, ഇത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ? ഇതിനകത്തൊരു ലീനിയർ ടേം ഉണ്ട്. ലീനിയർ എന്ന് പറഞ്ഞാൽ ടേം വിത്ത് എക്സ്, അതാണല്ലോ ലീനിയർ.
ഫസ്റ്റ് ഡിഗ്രി ഉള്ള ഒരു ടേം ഉണ്ട്. ആ ടേം ഇതിനകത്തില്ല. കണ്ടോ? ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി അല്ലേ? ആ ഫസ്റ്റ് ഡിഗ്രി ടേം ഇതിനകത്തില്ല. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും നോ ലീനിയർ ടേം എന്നുള്ളത് ട്രൂ ആണ്. പക്ഷെ നോ ലീനിയർ ടേം മാത്രമല്ല അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ എന്താ? കോൺസ്റ്റന്റ് ടേം എന്തുമായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്നാലല്ലേ നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റുള്ളൂ. യെസ് ഓർ നോ? യെസ് ഓർ നോ? സോ കോൺസ്റ്റന്റ് ടേം ഈസ് നെഗറ്റീവ് എന്നുള്ളതും ഇതിനകത്ത് വരും. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ. അപ്പൊ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരെണ്ണം മറ്റതിന്റെ നെഗറ്റീവ് ആവുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക. ലീനിയർ ടേം ഉണ്ടാവത്തുമില്ല. പിന്നെ ലീനിയർ ടേം എന്ന് ഉദ്ദേശിച്ചത് ഏതാണെന്ന് മനസ്സിലായല്ലോ? എ ടേം വിത്ത് എന്താണ്? ഡിഗ്രി 1. മനസ്സിലായല്ലേ? 1/0 of the quadratic polynomial is 2, then the find value of k. It's similar to the first question we discussed. Given that 2 zeros of the cubic polynomial are 0, the third 0. അപ്പോൾ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, വി ഹാവ് 3 ഓപ്ഷൻസ്: ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ, ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ ആൻഡ് ആൽഫ ബീറ്റ ഗാമ. ഇതിൽ ഏത് ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇവ 2 0 ആകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താ? ഈ ടേമും 0 ആയി പോകും, ഈ ടേമും 0 ആയി പോകും, ഈ ടേമും 0 ആയി പോകും. അപ്പൊ അതിന്റെ അർത്ഥം ഇത് എടുക്കാനേ പറ്റത്തില്ല. അതുപോലെ ആൽഫ ബീറ്റ ഗാമ എടുത്തു കഴിഞ്ഞാലും ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി പോകും? 0 ആയി പോകും. അപ്പൊ ഇതും എടുക്കാൻ പറ്റില്ല. കാരണം 0 is equal to some constant നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് തേർഡ് 0യെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ ദ പോസിബിലിറ്റി ഈസ് വാട്ട്? You can go for taking this one, because ഇവിടെ ഇതും 0 ആയി കഴിഞ്ഞാൽ you get exactly what is gamma, and that's a thing they asked അല്ലേ? The third 0 is what എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എടുക്കുക എന്നുള്ളതായിരിക്കും വൈസ് ഡിസിഷൻ. ആർ യു ഗെറ്റിംഗ് മൈ പോയിന്റ്? എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഓക്കെ, ക്ലിയർ. ഓക്കെ, മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ നിങ്ങൾക്ക് കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് നെഗറ്റീവ് ബി ബൈ, ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി നെഗറ്റീവ് ബി ബൈ ആയിരിക്കും എൻ്റെ ആൻസർ. ഓക്കെ, അടുത്തത് ഇഫ് 1/0 ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് ഓക്കെ. അപ്പൊ അത് വേണ്ട. ഇത് വീണ്ടും റിപ്പീറ്റേഷൻ ആണ് അല്ലേ? ഓക്കെ. അതെന്താന്ന് വെച്ചാൽ ഞാൻ പല സ്ഥലത്തു നിന്ന് മോഷ്ടിച്ചെടുക്കണോണ്ടേ. ഓക്കെ, അതും വേണ്ട. ഇത് ചെയ്തായിരുന്നിട്ടുണ്ടാവും അല്ലേ? x² - 27 എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞതുപോലെയാണ്. a + b × a - b ഫോം x പ്ലസ് ഇതെന്താ വരും? 3√3 അല്ലേ? 3√3 അല്ലേ പറഞ്ഞു? ദ ഹോൾ സ്ക്വയർ. അപ്പൊ അതിന്റെ സീറോസ് ഏതായിരിക്കും? +or - 3√3. ഓക്കെ, നെഗറ്റീവ് ഓഫ് ദ അതർ. ഓക്കെ. ഇത് ചെയ്തായിരുന്നല്ലോ അല്ലേ? ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k if 3 alpha plus 2 beta is equal to 20? 3 alpha plus 2 beta എന്ന് എന്താ കിട്ടുക? 3 alpha plus 2 beta is equal to 20 means എന്താ പറയുക? What is alpha plus beta from this? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതെങ്ങനെ ചെയ്യാം? 3 alpha എല്ലാത്തിനെയും ഒരുപോലെ ആക്കിയിട്ട് പിന്നെ പുറത്തെടുത്തിട്ട് ആൽഫ പ്ലസ് ബീറ്റ കിട്ടും. അതായത് 3 ആൽഫ പ്ലസ് 2 ബീറ്റ =20 എന്ന് പറയുന്നത് പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 പ്ലസ് ബീറ്റ അല്ലേ? 3 ആൽഫ പ്ലസ് 3 ബീറ്റ is equal to 20 plus beta. That is 3 into alpha plus beta is equal to 20 plus beta അല്ലേ? And what is alpha plus beta? Alpha plus beta is equal to -6/1. Negative of -6. Am I right? That is negative of -6/1. That is 6. So substitute here. 2 into 6 plus 20 plus 2 into 6 is equal to 20 plus beta. That is 12 is equal to 20 plus beta, or beta is equal to എന്താ പറയുക? 20 -20 plus 12 is equal to -8. Correct? ശരിയല്ലേ? Beta is equal to -12. Then what is k എന്നാ ചോദിച്ചിരിക്കുന്നത്? ബീറ്റ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ബീറ്റ കണ്ടുപിടിക്കും. ആൽഫ is what? Alpha plus beta is equal to 6. So alpha plus beta is equal to 6 means beta -8 അല്ലേ? ബീറ്റ നെഗറ്റീവ് ആകുമ്പോൾ ആൽഫ പ്ലസ് -8 is equal to 6. ആൽഫ is equal to എന്താ വരിക? What is it? കറക്ഷൻ എവിടെയെങ്കിലും കറക്ഷൻ ഉണ്ടോ? ആൽഫ പ്ലസ് ബീറ്റ ഈസ്
ഏഹ് Sir, 2 into alpha plus beta ആണ് എഴുതിയേക്കുന്നത്. ശരിയാ, 3 into alpha plus beta. You are right. 3 into alpha, 3 into 6, അപ്പോൾ എത്ര? 18 ആണ്. 18. അപ്പം ഞാൻ മനഃപൂർവ്വം തെറ്റിക്കുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാനായിട്ട്. ഓക്കെ, സോറി. That is 18 is equal to 20 plus beta. That is beta is equal to -2. അല്ലേ? Then alpha plus beta, we know it as 6. So what? Alpha minus 2 is equal to minus 6. 2 is equal to 6. Alpha is equal to 6 plus 2, which is equal to 8. 8. So this is what. It's a good question. But answer is B, no? ഞാനിവിടെ ഓപ്ഷൻ കറക്റ്റായിട്ട് ഇട്ടേക്കുന്നത് 16 ആണോ? അങ്ങനെ 16 പോയി എനിക്ക്. ഓക്കെ, കെയുടെ വാല്യൂ വേണ്ടത് അല്ലേ, ആൽഫയുടെ വാല്യൂ അല്ലല്ലോ. അപ്പോൾ ശരിയാ. ഓക്കെ, വാട്ട്സ് ട്രൂ. ഓക്കെ, -16 വരും. -2 ഇൻറ്റു ആൽഫ ബീറ്റ ആണല്ലോ വേണ്ടത്. കെ എന്ന് പറയുന്നത് എന്താ? ആൽഫ ബീറ്റ. ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു k/1. ദാറ്റ് ഈസ് കെ. സോ വാട്ട് ഈസ് ആൽഫ ബീറ്റ? ആൽഫ എന്ന് പറയുന്നത് -8 ഇൻറ്റു -2 is equal to -16. Okay, good. സാർ, ഈ ക്വസ്റ്റ്യന്റെ ഒക്കെ ആ പ്രത്യേകത അതായിരുന്നു. അതിന്റെ ഓപ്ഷന് നമുക്ക് ഓരോ സ്റ്റെപ്പിൽ കിട്ടുന്ന ആൻസേഴ്സ് ആയിരിക്കും ഓപ്ഷൻ ആയിട്ട് വരുന്നത്. വെരി ഗുഡ്. ശരിയാണ്. അപ്പൊ നമ്മൾ മിസ് ഗൈഡഡ് ആയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് പോയിട്ട് 8 ചൂസ് ചെയ്ത് പോകും. ബിക്കോസ് ആ സ്റ്റെപ്പിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ ബീറ്റ വെൻ യു ഗെറ്റ് ഇറ്റ് ആസ് 8 ഓപ്ഷൻ കിടക്കുന്നല്ലോ എന്ന് വിചാരിക്കും. യെസ്, തീർന്നു എന്ന് വിചാരിക്കും. ഒരു പ്രിജുഡീസ് ആണ് നമ്മുടെ, അല്ലേ? നമ്മൾ വിചാരിക്കും ഇത് തീർന്നല്ലോ എന്ന് വിചാരിക്കും. ബട്ട് അത് തീർന്നിട്ടുണ്ടാവില്ല, നമ്മളെ തീർക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? px is equal to ax square plus bx plus c and a plus b plus c equal to 0, then 1 0. ഓക്കെ, നമുക്ക് നോക്കാം. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ക്ലാസ്സിൽ ഇത് എൻ്റെ അടുത്ത് ചില കുട്ടികൾ പിന്നെ ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിരുന്നു. അപ്പോൾ ഞാനത് ഇതിലോട്ട് എടുത്തിട്ടു. അത് എനിക്കും തോന്നി, ഞാൻ അതിൻ്റെ പ്രിവ്യൂ എടുത്ത് നോക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ പരീക്ഷ സമയത്ത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇതുപോലെ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ആക്കി ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പി എക്സ് തന്നിട്ടുണ്ട്. ദെയർ ഇസ് എ കണ്ടീഷൻ ഗിവൺ a plus b plus c equal to 0, then 1 0 എന്നാ ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാൻ, ഇതൊരു ടിപ്പിക്കൽ സ്റ്റാൻഡേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പല പ്രാവശ്യം ഡൽഹിയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ax² + bx + c വി ഹാവ്, അല്ലേ? ആൻഡ് വാട്ട് ഈസ് a plus b plus c in it? It is given as 0. From this, what is 0? C എന്നുള്ളത് കണ്ടുപിടിക്കുക. എന്താ അത്? നെഗറ്റീവ് ഓഫ് a plus b, അല്ലേ? Because a plus b, the whole a plus b is taken to the other side, so it is negative of a plus b, and substitute it here. അപ്പോൾ അതുകൊണ്ട് എന്താ മെച്ചം നമുക്ക് നോക്കാം. ax² + bx + നെഗറ്റീവ് ഓഫ് a plus b ഈക്വൽ ടു. അപ്പോൾ ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന 0 അല്ലേ? ദാറ്റ് മീൻസ് ദിസ് px ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ ഇത് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ax² + bx + നെഗറ്റീവ് ഓഫ് a plus b ഈക്വൽ ടു 0 ആവണം. അതെപ്പോഴാ? ax² + bx is equal to a plus b ആവുമ്പോൾ. ശരിയല്ലേ? ഈ നെഗറ്റീവ് a plus b ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയേ, see this happens. ഇത് എപ്പോഴാണ്? ഇവിടെ ഒരു ട്രയൽ ആൻഡ് എറർ. നമ്മൾ ലൈക്ക് ഒരു ക്യൂബിക് പോളിനോമിയലിന്റെ ലാസ്റ്റ് പിന്നെ കോൺസ്റ്റന്റ് ടൈം വെച്ചിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് നോക്കൂലേ, x = 1, x = -1, അങ്ങനെ ഒന്ന് അസ്യൂം ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് ഈ ax² + bx = a plus b വരണമെങ്കിൽ എക്സിന് ഏത് വില വന്നാലേ പറ്റുള്ളൂ? ഈ ടേമും എ തന്നെ കിട്ടണം, ഈ ടേം ബി തന്നെ കിട്ടണം. അങ്ങനെയാണല്ലേ അതിന്റെ അർത്ഥം? ax² + bx. അപ്പൊ എക്സിന് 1 വന്നു കഴിഞ്ഞാലല്ലേ പറ്റുള്ളൂ, അല്ലേ? ശരിയല്ലേ? x = 1 വരണം. സോ x = 1 ഈസ് 1 of its 0. പക്ഷെ നമ്മുടെ ആൻസറിനകത്ത് അത് ഇല്ല, കണ്ടോ? അല്ലേ? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നൺ ഓഫ് ദീസ് പോവാം. പക്ഷെ ശ്രദ്ധിക്കണം, അവർ 1 0 എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഹൗ മെനി zeros are possible for this particular quadratic polynomial? 2 zeros. അപ്പൊ out of which only 1 we have, and we don't know what is the next 0. So we have to go for finding the next 0 from
this. അതും ഇതിനകത്ത് ഇല്ലെങ്കിൽ മാത്രമേ ദിസ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. മനസ്സിലായല്ലേ? അതെപ്പോഴും ശ്രദ്ധിക്കാൻ. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ലക്ഷ്മിപ്രിയ പറഞ്ഞ പോലെ ഇറ്റ്സ് മിസ്ഗൈഡിങ് അസ്. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? വി ഹാവ് ഗോട്ട് ആൻ ആൻസർ x is equal to 1, so this completes the proof, and that particular answer is not given, and one of the option is given as what? None of these, so our answer is correct. None of these number പോകും. പക്ഷേ അതല്ല, because only 1 0 we got. We need to find the next 0 also to make sure what that particular 0 is not in this list. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? x is equal to 1 ആണ്, അതായത് ആൽഫ നമുക്ക് കിട്ടി. ആൽഫ is equal to 1, one of the 0 നമുക്ക് കിട്ടി. So what is, we have two conditions we can generate from this. One is alpha plus beta and another one is alpha beta. അപ്പോൾ നമുക്കറിയാം ആൽഫ 1 ആകുമ്പോൾ the best option to be taken is which one? Alpha beta, because alpha 1 ആകുമ്പോൾ 1 into beta beta. അപ്പോൾ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ? From this it is c by a. ശരിയല്ലേ? ആൽഫ പ്ലസ് ബീറ്റ നെഗറ്റീവ് b by a ആണ്. ആൽഫ ബീറ്റ is c by a. And out of which alpha is given as 1. So 1 into beta is equal to c by a and beta is equal to c by a. And you need to check whether any option of c by a is here. So that means this option is not the correct one, because c by a is one of its 0. Out of the 2 0, 1 0 they asked. So c by a is the correct option. കണ്ടോ? മനസ്സിലായോ? മനസ്സിലായോടെ? Yes, sir. Okay, good. അടുത്തത് ഇവിടെ ഞാനൊരു 10 മിനിറ്റും കൂടെ എടുക്കുവേ. ഇതങ്ങ് തീർത്തില്ലെങ്കിൽ എനിക്ക് നമ്മളെ ക്ലാസ് മിസ്സാവും. ഞാനിന്ന് ലാസ്റ്റ് പീരീഡ് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ സാർ എടുത്തു ലാസ്റ്റ് പീരീഡ് ഫിസിക്സ്. എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ഹാസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സി, നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ദാറ്റ് വി ആർ ആക്ച്വലി ഡിഫൈനിങ് അറ്റ് സീറോസ്, റിയൽ സീറോസ്. അതായത് റിയൽ നമ്പർ സീറോസ് ആയിട്ടുള്ള കേസസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചോളൂ. എന്നിട്ട് വേണം ഇത് ആൻസർ ചെയ്യാൻ. സോ എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി n ഹാസ് ഹൗ മെനി സീറോസ്? അറ്റ്മോസ്റ്റ് n സീറോസേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ റീസൺ? എക്സാക്ട്ലി n സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഓഫ് x square plus 1 is taken. So here you don't find any zeros in real numbers. മനസ്സിലായില്ലേ? റിയൽ നമ്പർ ഇതിനകത്ത് സീറോ ഉണ്ടോ? ഉണ്ടോ? ഹലോ? നോ, ഇതിനകത്ത് റിയൽ നമ്പറിൽ സീറോ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് 2 സീറോ മാക്സിമം കിട്ടാം, പക്ഷെ ഇവിടെ ഒരു സീറോയും കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് മാക്സിമം എത്രയെന്നേ പറയാൻ പറ്റുള്ളൂ റിയൽ നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അറ്റ്മോസ്റ്റ് n സീറോ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. എക്സാക്ട്ലി n സീറോസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റാത്തതിന്റെ റീസൺ അതാണ്. ഓക്കെ, ക്ലിയർ? If graph of the polynomial does not intersect x-axis but intersects y-axis in one point, then the number of zeros of the polynomial is equal to എന്താ? സീറോ ആയിരിക്കും അല്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ പരാബോള തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ? ഇങ്ങനെ പോയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഇന്റർസെക്ടിങ് ദ x-axis, ഇറ്റ്സ് ഇന്റർസെക്റ്റഡ് ഇൻ y-axis. y-axis ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? The value of x we taken as 0. സീറോ ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേരിയബിളിന്റെ വില സീറോ ആവണമെന്നല്ല, പകരം ആ പോളിനോമിയലിന്റെ വാല്യൂ സീറോ ആവണമെന്നാണ്. പോളിനോമിയലിന്റെ വില സീറോ ആവുന്ന കേസും വരാം, അത്രേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള കേസസ് ഉണ്ടാവാറുണ്ട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഈസ് സീറോസ് ഓഫ്. സാറേ പറഞ്ഞു സാറേ, രാജീവൻ സാറിനെ കാണണമെങ്കിൽ ഒന്ന് 7th ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കണേ. രാജീവൻ സാറിന് 7th ഞാനിവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ. Zeros of a polynomial can be determined graphically. Number of zeros of a polynomial equal to number of points. Yes, really. Where the graph of the polynomial intersects which one? Intersects x-axis. Okay, good. Okay. If alpha and 1 by alpha are zeros of the polynomial ax square plus bx plus c, then the value of c is what? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ആൽഫയും 1 by ആൽഫയും അല്ലേ? സോ നമുക്കറിയാം ഈ സി എന്ന് പറയുന്നത് ഏതിലാ വരുന്നത്? ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു സി ബൈ എ. ആൻഡ് വാട്ട് ഈസ് ആൽഫ ബീറ്റ ഹിയർ? ആൽഫ ഈസ് 1 by ആൽഫ. ആൽഫ ആൻഡ് 1 by ആൽഫ. സോ ആൽഫ ഇൻറ്റു 1 by ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് സി ബൈ എ
equal to 1. So C is equal to what? C must be equal to A. Alle? C must be equal to A. Alle? So this is the correct option. Okay, then so ഇത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. If zeros of the polynomial x cube minus 3x square plus x minus 1 are s by t, yes, ഞാനത് ക്ലിയർ അല്ലേന്ന് ചെയ്തിട്ടാണ് s by t എന്ന് എഴുതിയത്, and st, then the value of s by t st അല്ലേ ആണെങ്കിൽ അതിൻ്റെ ഏതിൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്? വാല്യൂ ഓഫ് എസ് ആ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇവിടെ വി ഹാവ് 3 ഓപ്ഷൻസ് ടു ഡിറ്റർമിൻ ദിസ്. വൺ ഈസ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ, ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ. ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഞാനിപ്പോൾ ചെയ്യുന്നത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും വരാനുള്ള ഒരു ടെക്നിക്കാണ്. നിങ്ങൾ ഇത് മൂന്നും എടുത്തിട്ട് വിച്ച് വൺ വിൽ ബി ബെറ്റർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വെൻ യു മൾട്ടിപ്ലൈ ദീസ് 3 ടുഗദർ, in the 2 variable, 1 variable got eliminated. ശരിയല്ലേ? നോക്ക്, s by t into ആൽഫ ബീറ്റ ഗാമ കണ്ടുപിടിക്കണം. s into st എന്ന് പറയുമ്പോൾ this t got eliminated. So you get s cube. So that means you may get a single variable equation. And what is alpha beta gamma here? It is negative d by a. That is negative of negative 1 by 1. That is 1. So s cube is equal to 1. What is then? S is 1. ശരിയല്ലേ? ശരിയല്ലേ? ശരിയല്ലേടേ? എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു എന്നുള്ളത് മനസ്സിലായോ? എന്തായാലും റെസ്പോണ്ട് ചെയ്യാത്ത സമയമില്ലേ? മനസ്സിലായി. ഞാന് പെട്ടെന്ന് ഓടിച്ച് വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അതിനെ സമയമുള്ളൂ. ആൻഡ് ദിസ് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെയും വിച്ച് വൺ ടു ബി ടേക്കൺ എന്നുള്ളത് ഈ വേരിയബിൾസ് കാണുമ്പോൾ, കാരണം എലിമിനേഷൻ ഈസ് ഹാപ്പനിങ് ഹിയർ അല്ലേ? എന്താ, എ മൈനസ് ബി പ്ലസ് എ പ്ലസ് എ പ്ലസ് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ബി എന്ന് പറയുന്ന വേരിയബിൾ അങ്ങ് എലിമിനേറ്റഡ് ആവും. പിന്നെ എന്താ ഉണ്ടാവുക? 3a കിട്ടും. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അവിടെ നമുക്ക് ഇത് കിട്ടും. ശരിയല്ലേ? അങ്ങനെയല്ലേ? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. ഹിയർ ആൾസോ വി ഹാവ് 3 ഓപ്ഷൻസ് ടു ടേക്ക്. പക്ഷെ നമ്മൾ ആ 3 ഓപ്ഷനിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ഈസ് ടേക്കൺ ജസ്റ്റ് ബിക്കോസ് വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് വേരിയബിൾ, ഈ വേരിയബിളിൽ നിന്നാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. എന്താ, ഇത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എ മൈനസ് ബി പ്ലസ് എ പ്ലസ് എ പ്ലസ് ബി നമുക്ക് എന്ത് തരും? 3a തരും. ആൻഡ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ വി നോ ഇറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 6 by 2. So substitute to get what is a from this. Okay. അടുത്ത sum and product of zeros. That also it's a very simple question. If one zero of the polynomial px is equal to ax square plus bx plus c is 0, then which of the following is correct? ഒരു പോളിനോമിയലിന്റെ ഒരു 0 ആണെങ്കിൽ എന്താണ് ഈ പോളിനോമിയൽ നമുക്ക് പറയാൻ പറ്റുന്നത്? എന്തായിരിക്കും പറയാൻ പറ്റുക? ആരാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക? നമ്മൾ ഇതുപോലത്തെ ഒരേ കുറെ ക്വസ്റ്റ്യൻ ചെയ്തു. പെട്ടെന്ന് പറഞ്ഞേ, ഇത് ചെയ്തായിരുന്നു ആരെങ്കിലും? ഇവിടെ എന്താ നമ്മൾ എങ്ങനെ ഇൻഫറൻസസ് കൊണ്ടുവരിക? ഏതെടുക്കും? ഇതിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ്. അതായത് നമ്മളെ കയ്യിൽ മറ്റേ സീറോയെ കുറിച്ച് ചോദിക്കുമ്പോൾ വി ഹാവ്, ഇവിടെ ഇപ്പൊ ക്വാഡ്രാറ്റിക് ആകുമ്പോഴത്തേക്ക് 2 ഓപ്ഷൻ ആണ്, ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ബീറ്റയും. ഈ ഒരു 0 ആകുമ്പം മറ്റത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ യൂസ് ചെയ്യാം. പക്ഷെ ആൽഫ പ്ലസ് ബീറ്റ യൂസ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ഇറ്റ് ഇൻ എ വാട്ട് അനദർ വേരിയബിൾ ബി നെഗറ്റീവ് ബി ബൈ എ എന്ന് കിട്ടും. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് കറക്റ്റ്? ഈ കോൺസ്റ്റന്റിനെ കുറിച്ചുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം 0 ആണെങ്കിൽ വാട്ട് ഈസ് ആൽഫ ബീറ്റ? 0 ഇൻറ്റു ബീറ്റ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അതിന്റെ അർത്ഥം സി ബൈ എ എന്ന് പറയുന്നത് 0 ആവണം. സി ബൈ എ 0 ആകുമ്പോഴത്തേക്ക് can that a is equal to 0? a 0 ആവാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവിടെ ഏതാ പോസിബിലിറ്റി ഉള്ളൂ? c can be equal to 0. c can be equal to 0 എന്ന് പറഞ്ഞാൽ this is the correct option. മനസ്സിലായോ? ശരിയല്ലേ? അപ്പൊ നമുക്ക് ആ ഇൻഫറൻസസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇത് വേറൊരു രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റണം.
മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് ആൾസോ ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫായിട്ട് തോന്നി. എന്നാ ചെയ്യാം, പെട്ടെന്ന് ചെയ്യാം. നോക്കൂ, ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ടഫ് അല്ല ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ആ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് ആൽഫ ബൈ എസ് പ്ലസ് എസ് ബൈ ആൽഫയാണ് അല്ലേ? ഇതാണ് ചോദിച്ചിരിക്കുന്നത്, ആൽഫ ബൈ എസ് പ്ലസ് എസ് ബൈ ആൽഫ. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം ആൽഫ സ്ക്വയർ പ്ലസ് എസ് സ്ക്വയർ ബൈ ആൽഫ എസ്. ഇതവിടെ നിൽക്കട്ടെ. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ദിസ് ആൽഫ ആൻഡ് എസ് ആർ വാട്ട്? ദേ ആർ ദ സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ. അപ്പോൾ ഇത് സീറോസ് ആണെങ്കിൽ we have what is alpha plus s from this? What is negative of negative L by 1? അപ്പം L എന്ന് കിട്ടും അല്ലേ? What is alpha s? M by 1. That is M. പക്ഷേ നമുക്കിവിടെ ഒരു പ്രശ്നം, we have only alpha square plus s square and alpha plus m and alpha s, but in the question they demanded to find what is alpha square plus s square also. പക്ഷെ അത് ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, what is alpha square plus beta square എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. We know a square plus b square plus 2ab is what? A plus b the whole square. So what is a square plus b square from this? A plus b the whole square minus 2ab. So use this, because now this a square plus b square in terms of a plus b and ab എന്നുള്ള ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആൻസർ ആയി. This alpha square plus s square, alpha plus s the whole square minus 2 alpha s, alpha s, beta എന്ന് എഴുതാൻ പറഞ്ഞുള്ളൂ, അതാ പ്രശ്നം. alpha s. Now alpha plus s എന്ന് പറഞ്ഞാൽ എന്താ? l square minus alpha s എന്ന് പറഞ്ഞാൽ m. So 2m divided by m. So any അവസാനം 31 ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് അവസാനം കുറച്ച് റഷിലായിരുന്നു സാർ. അത് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. സോറി. ഓക്കെ, അപ്പൊ നമ്മളിത് ചെയ്ത് മനസ്സിലായല്ലോ? ഞാനിതിന്റെ മാർക്കിനപ്പുറത്ത് നിങ്ങൾ ആ കോൺസെപ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. ദ ഗ്രാഫ് ഓഫ് എ പോളിനോമിയൽ ഈസ് ഫൈൻഡ് ദ പോളിനോമിയൽ. ഇത് ഇങ്ങനെയും ചോദിക്കാം. സി ദിസ് യൂസിങ് ദിസ് പെർട്ടിക്കുലർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് സീറോസ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു -2 ഒരു 0, എക്സ് ഇസ് ഈക്വൽ ടു 0 ഒരു 0, ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 3 ഒരു 0. സോ വി ഹാവ് 3 അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫൈൻഡ് ദ പോളിനോമിയൽ യൂസിങ് ദാറ്റ്. അപ്പൊ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 0 മീൻസ് എക്സ്. ശരിയല്ലേ? ഇതായിരിക്കും പോളിനോമിയൽ. ശരിയല്ലേ? എക്സ് മൈനസ് 3. എക്സ് മൈനസ് 3 ഞാൻ മനഃപൂർവ്വം ഇട്ടതാ. എക്സ് മൈനസ് 3 x minus 3 into e 0 ഇപ്പുറത്ത് വന്ന x plus 0 over x minus 0, whatever it is, that is x only. So what is this polynomial? x അപ്പോൾ എന്താ വരിക? x square minus x അല്ലേ പ്ലസ് അല്ല മൈനസ് 6 അല്ലേ, മൈനസ് 6 ഇൻറ്റു എക്സ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഇൻറ്റു എന്നാ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 6x ഉണ്ടോ? ഇതിന്റെ k എന്താണെന്നുള്ളത് മനസ്സിലായോ? ബിക്കോസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇതുകൊണ്ട് ഇഷ്ടം പോലെ പോളിനോമിയൽസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ 2 ഇൻറ്റു ഇത് വന്നു കഴിഞ്ഞാൽ വേറൊരു പോളിനോമിയൽ, 3 ഇൻറ്റു വന്നു കഴിഞ്ഞാൽ വേറെ പോളിനോമിയൽ, 1/2 വന്നു കഴിഞ്ഞാൽ വേറെ പോളിനോമിയൽ, ആൻഡ് സോ ഓൺ. ഓക്കെ, ഐ തിങ്ക് ഐ എക്സ്പ്ലെയിൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇനി പ്ലീസ് ഗോ ത്രൂ ദ വീഡിയോ. നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ മതി. ഇതിനകത്ത് ഞാൻ 48 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ അതിനെയാണ് എത്രയാക്കി മാറ്റിയത്? 31 ആക്കി മാറ്റിയത്. ബാക്കിയുള്ള 17 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം അത് വരുന്നത് മറ്റേ ടോപ്പിക്കിൽ നിന്നാണ്. കുഴപ്പമില്ല. സമയം ആര് പറഞ്ഞു? ഞാൻ കൂട്ടിത്തരുമായിരുന്നു. ഇതിപ്പോ 31 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 1 മണിക്കൂർ തന്നില്ലേ ഞാൻ? 1 മണിക്കൂറല്ല, 1.5 മണിക്കൂർ അല്ലേ? 11 to 12:30 അല്ലായിരുന്നോ എക്സാം? 1.5 മണിക്കൂറിൽ നിങ്ങൾക്ക് 31 ക്വസ്റ്റ്യൻ ചെയ്യണം. അത് സ്പീഡ് വേണം കേട്ടോ. CBSE എന്തൊക്കെ തരുമെന്ന് ദൈവത്തിന് അറിയാം. അപ്പൊ അപ്പോഴത്തേക്ക് നമ്മൾ ഹൈ ഓർഡർ ക്വസ്റ്റ്യൻ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഓർഡർ എല്ലാം സെയിം ആണ്. നമ്മൾ ആ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ,
ഐ തിങ്ക് ഓക്കെ. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ കറക്ഷൻ